ഹായ്, ഇതുപോലൊരു നൈറ്റിയുടെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോ ആയി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ കുറേ കമൻറ്റ്സ് വന്നിരുന്നു സ്പീഡ് കൂടിയതുകൊണ്ട് മനസ്സിലായില്ല എന്ന്. ഈ നെക്ക് ബിഗിനേഴ്സിന് ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ഞാനൊരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. പശയുള്ള ഭാഗം ഉള്ളിലേക്കാക്കി വേണം മടക്കാൻ. ഇതിൻ്റെ വീതി 10 ഇഞ്ചും നീളം 9 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. നടുകെ മടക്കിയിട്ട് 4 ഇഞ്ച് തയ്യൽ തുമ്പായി മുകളിൽ മാർക്ക് ചെയ്യണം. അതിനുശേഷം 2.25 ഇഞ്ച് നെക്ക് വിഡ്ത്തും ലെങ്ത്ത് 5.5 ഇഞ്ചുമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. കസ്റ്റമറുടെ അളവനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്കിനി ഒരു ബോക്സ് രൂപത്തിലാക്കി എടുക്കുക. ഇനി ഏതാണോ നെക്കിന് ഷേപ്പ് വേണ്ടത് അത് ഫ്രീ ഹാൻഡായി വരച്ചെടുക്കുക. അതിനുശേഷം ഈ നെക്ക് അടയാളപ്പെടുത്തിയതിന് പുറത്തേക്ക് 2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ നെക്ക് വരച്ചതിന് ചുറ്റും അതേ ഷേപ്പിൽ 2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യണം. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ വരച്ച ഷേപ്പിനെ കണക്കാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഒരു ഭാഗമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പുറത്തെ ഭാഗം ഇതേ രീതിയിൽ ചെയ്യാൻ ഇതുപോലെയുള്ള നോട്ട് ബുക്കോ പേപ്പറോ എടുത്ത് വെച്ച് അതിന് മുകളിൽ ഈ ക്യാൻവാസ് വച്ചാൽ നെക്ക് വരച്ച ഭാഗം വ്യക്തമായി കാണാൻ പറ്റും. അതിന് കണക്കാക്കിയിട്ട് വരച്ചു കൊടുക്കുക. ഇനി ക്യാൻവാസ് അയൺ ചെയ്ത് പിടിപ്പിക്കേണ്ട നൈറ്റ് പീസ് എടുക്കുക. ഞാൻ ചുരിദാർ കട്ട് നൈറ്റിക്ക് വേണ്ടി കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് പീസിലാണ് നെക്ക് ചെയ്യുന്നത്. സൈഡ് ഭാഗത്ത് നിന്ന് ഇതുപോലെ 4 പീസ് കിട്ടും. ഇത് 2 എണ്ണം എടുത്ത് നല്ല ഭാഗങ്ങൾ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്താൽ ഇതുപോലെ ഉണ്ടാകും. ഇനി ഈ ക്യാൻവാസ് ഈ തുണിയുടെ ഉൾവശത്ത് വെച്ച് ക്യാൻവാസിൻ്റെ പശ വരുന്ന ഭാഗമില്ലേ അത് വേണം തുണിയിൽ വെക്കാൻ. എന്നിട്ട് അയൺ ചെയ്തെടുക്കുക. സൈഡിൽ, അതായത് പുറത്തെ വശത്തെ കുറച്ച് തുണി ബാലൻസ് വേണം. അത് ഉള്ളിലേക്ക് മടക്കി തുന്നാനുള്ളതാണ്. അപ്പോൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇതൊക്കെ കാണുമ്പോൾ ചിലരെങ്കിലും പറയും ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്, ക്യാൻവാസിൽ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത് എന്നൊക്കെ. നമുക്ക് മാർഗമല്ല പ്രധാനം, ലക്ഷ്യമല്ലേ. പലരും ചെയ്യുന്ന രീതിയിൽ പലവട്ടം ശ്രമിച്ചിട്ട് നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർ ഒരുപാടുണ്ട്. അപ്പോൾ അവർ ഈ രീതിയിലൊന്ന് ശ്രമിച്ച് നോക്ക്. ഉറപ്പായിട്ടും നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. ക്യാൻവാസിൻ്റെ സൈഡിലുള്ള തുണിയിൽ, അതായത് കട്ട് ചെയ്യുമ്പോൾ കൂടുതലായി ആ ഭാഗം
അത് ക്യാൻവാസിൻ്റെ മുകളിലേക്കാക്കി മടക്കി സ്റ്റിച്ച് ചെയ്യുക. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കണ്ട് ചെയ്യണം കേട്ടോ. ആ വളഞ്ഞു വരുന്ന ഭാഗത്ത് ആ തുണിയിൽ ചെറുതായിട്ട് കട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി ഇതുപോലൊരു ക്രോസ് പീസ് എടുത്ത് പൈപ്പിംഗ് കൊടുക്കാം. നോക്കൂ, വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ എളുപ്പത്തിൽ പൈപ്പിംഗ് കൊടുക്കാൻ പറ്റും. ഇനി ഇതിനെ, അതായത് പൈപ്പിംഗ് പീസിനെ ഉള്ളിലേക്ക് മടക്കി വെക്കുക. ഇനി മെയിൻ പീസ് എടുത്ത് മെയിൻ പീസിൻ്റെ മോശം വശവും ക്യാൻവാസ് വച്ച പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെക്കുക. ഇത് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഉൾവശത്തെ നെക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ചെറിയ പോയിൻ്റ് വരുന്ന ഭാഗത്ത് സൂചി കുത്തി നിർത്തിയിട്ട് വേണം മെയിൻ പീസ് റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ. ഇനി ബാലൻസ് വരുന്നത്, അതായത് നെക്ക് സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിൻ്റെ സൈഡിലത്തെ ഭാഗം ഒരു 1/4 ഇഞ്ച് വിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ആ 1/4 ഇഞ്ച് വരുന്ന ഭാഗത്ത് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. ഇനി ഇതുപോലെ ക്യാൻവാസ് പീസ് പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ മെയിൻ പീസിൻ്റെ നല്ല ഭാഗവും ക്യാൻവാസിൻ്റെ നല്ല ഭാഗവും ഒരുപോലെ വന്നിട്ടില്ലേ? ഇനി നെക്കിൻ്റെ സൈഡ് ഭാഗത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി പൈപ്പിംഗ് പീസ് ഉള്ളിലേക്കാക്കി അത് വൃത്തിയായി മടക്കി ഇതുപോലെ സൈഡിലൂടെ പൈപ്പിങ്ങിൽ തട്ടാതെ സ്റ്റിച്ച് ചെയ്യാം.
ഇത്രയും മനസ്സിലായില്ലേ? ഇനി ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിൻ്റെ ഒരു 1/4 ഇഞ്ച് വിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. ഇനി എല്ലാവരും ഈ വീഡിയോ കണ്ട് നെക്ക്, അതായത് നൈറ്റിക്കും ചുരിദാറിനൊക്കെ നെക്ക് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. താങ്ക് യു.